ഹലോ, നമ്മൾ ഇന്നത്തെ ഈ കാണുന്ന കോൺ ചാട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഞങ്ങളുടെ പണസാധനങ്ങളാണ് രാജാവേ. കയ്യിൽ കിട്ടുന്ന ഏത് വെജിറ്റബിൾസും നമുക്ക് ഇതിനു വേണ്ടി എടുക്കാം. പറഞ്ഞ് ചേനയും ചേമ്പും ഉരുളക്കിഴങ്ങും മുരിങ്ങക്കോലൊന്നും എടുത്തിട്ടേക്ക്. നമ്മുടെ ക്യാബേജ്, നമ്മുടെ ക്യാരറ്റ്, നമ്മുടെ കുക്കുംബർ, അങ്ങനെ കേൾക്കാൻ കൊള്ളാവുന്ന പേരുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് വേണ്ട ഒരു സാധനമുണ്ട്, കോൺ. അത് മസ്റ്റാട്ടോ. അതില്ലെന്ന് പറഞ്ഞ് അതൊന്നും മാറ്റി വെച്ചേക്കരുത്, അത് വേണം. ആദ്യം തന്നെ നമുക്ക് ഗ്രീൻ ബീൻസ് ഒന്ന് വേവിച്ചെടുക്കാം. അത് ഇതേ കഴുകി കുക്കറിലാക്കി അടപ്പത്തോട്ട് വെക്കുന്നുണ്ട്. ഇതാ ഇത്രയേ ഉള്ളൂ, ഒരു 3-4 വിസിൽ. കൈ പുള്ളി. സത്യത്തിൽ ഞാൻ അടുക്കളയിൽ കയറുമ്പോൾ ഈ ഓന്തിന് മുക്കിപ്പിടി കൊടുത്ത പോലെ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു പരവേശമാണ്. ഇപ്പം തന്നെ ഒരു മണ്ടത്തരം കാണിച്ചതേ ഉള്ളൂ. ഈ എടുത്ത് വെച്ച പാത്രം ഉണ്ടല്ലോ, ഇതിങ്ങനെയൊന്നും അല്ലായിരുന്നടാ. ഞാൻ ആദ്യം പാത്രം എടുത്ത് വെച്ച് എണ്ണ കുഴിച്ച് ആ സവാള ഓൾറെഡി വഴറ്റിയായിരുന്നു. അപ്പോഴാണ് ഓർത്തത് വീഡിയോ എടുത്തില്ലത്. പിന്നെ ഞാൻ രണ്ടാമത്തെ ഈ സാധനങ്ങളെല്ലാം തിരിച്ചിട്ടിട്ട് വീഡിയോ എടുത്തതാണ്. ഇത് കഴിഞ്ഞിട്ടും ഉണ്ടായിട്ടുണ്ട്, അത് പുറകെ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ചെയ്തത് വേറൊരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് ഓയിൽ ഒഴിച്ചത്, എന്നിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതാണ് ഞാൻ അടുത്ത പറഞ്ഞ മണ്ടത്തരം. ഇതിനകത്തോട്ട് ഞാൻ ആ സ്വീറ്റ് കോണും കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി, പേരിന് ഒരു ഇച്ചിരി മുളക് പൊടി ഇട്ടായിരുന്നു, അതും വീഡിയോ എടുക്കാൻ വേണ്ടി. ഇത്രയേ ഉള്ളൂ. പറഞ്ഞ നമ്മുടെ സാധനം സെറ്റായി. ഈ വഴറ്റിയെടുത്ത വെജിറ്റബിൾസിനകത്തോട്ട് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച ഗ്രീൻ ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒരു പൊളിച്ച് ആഡ് ചെയ്യും. നമ്മുടെ നാരങ്ങ നീരും കൂടെ വേണമായിരുന്നു, ഇവിടെ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിച്ചില്ല. നിങ്ങൾ അതും കൂടെ ചേർക്കണേ.